അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചുരിദാർ വെട്ടുന്നത് കാണിക്കാനാണ്. പാചകവും കൃഷിയൊന്നുമല്ല ഇന്നത്തെ വിഷയം. അപ്പോൾ ചുരിദാറിൻ്റെ തുണി 4 മടക്കാക്കിയിട്ട് നമ്മളെ വീതിക്കനുസരിച്ചിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് പ്ലെയിൻ ആയതുകൊണ്ടിട്ട് അങ്ങനെ, അല്ലെങ്കിൽ ബോർഡും കഴുത്തൊക്കെ നോക്കണത് പ്ലെയിൻ തുണി ആയതുകൊണ്ട് 4 പീസാക്കിയിട്ട് 4 മടക്കാക്കിയിട്ട് വെച്ചിട്ട് ഞാനിതിപ്പോൾ ഇത് ഒരു സിമ്പിളായിട്ടുള്ളത് കാണിക്കുകയാണ്. അളവെടുത്തിട്ടൊക്കെ അടിക്കാൻ അറിയാത്തവർക്ക്, എല്ലാ വീട്ടിലും മെഷീനൊക്കെ ഉണ്ട്, അടിക്കാൻ അറിയാത്തവർക്കായിട്ട്. ഇപ്പോൾ ഇതാ കഴുത്തിൻ്റെ അവിടെ കുറച്ച് തുമ്പ് ഇട്ടിട്ട് നമ്മൾ ഉണ്ടോ അത്ര ഇതിൽ തുമ്പിനുള്ള അളവിട്ടിട്ട് നമ്മൾ ചോക്കൊണ്ട് വരച്ചു കൊടുത്ത് ഇടണം. അതുപോലെ ഷോൾഡറിൻ്റെ അവിടെ കേട്ടോ. അപ്പം ഞാൻ അങ്ങനെയാണ് തയ്യലൊക്കെ പഠിച്ചത്. ഇപ്പോൾ എൻ്റെതൊക്കെ ഞാൻ തന്നെ തയ്ച്ച് ഇടുന്നത്. എല്ലാവരും വീട്ടിലും മെഷീനൊക്കെ ഉണ്ട്, എല്ലാവരും ഉപയോഗിക്കാൻ അറിയാതെ ഇടുന്നവരാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട്, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് അളവും കാര്യങ്ങളൊക്കെ ടാപ്പുമ്പോൾ അളവെടുത്തിട്ടൊക്കെ അറിയാത്തവർക്ക് ഞാനിങ്ങനെ തന്നെ പഠിച്ചത്. ഇങ്ങനെ തന്നെയാണ് സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. കാരണം എനിക്ക് ടാപ്പിലൊന്നും അളവെടുത്തിട്ടൊന്നും അടിച്ചാലൊരു വൃത്തി കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെ പഠിക്കാൻ ഇഷ്ടമുള്ളവർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇപ്പോൾ ഷോൾഡറിൻ്റെ അളവാണ് അടുത്ത് കേട്ടോ. ഷോൾഡറിൻ്റെ കൈയിൻ്റെ കുഴിയുടെ അപ്പോൾ അങ്ങനെ സ്വന്തമായിട്ട് ഞാൻ വീട്ടിലിരുന്ന് തയ്ച്ച് പഠിച്ചതാണ്. എന്നിട്ട് ഞാൻ പുറത്തൊക്കെ തയ്ച്ച് കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു. ചുരിദാറൊക്കെ അടിച്ച് എല്ലാവർക്കും നല്ല ഇഷ്ടമായിരുന്നു, നല്ല വൃത്തിയാവുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പം ഞാൻ ചെയ്ത് കൊടുക്കണമൊന്നുമില്ല. എൻ്റെതൊക്കെ ഞാൻ തന്നെയാണ് തയ്ച്ചിടുന്നതൊക്കെ. എൻ്റെ മോൾക്കാണെങ്കിലും ഒക്കെ വീട്ടിലുള്ളതൊക്കെ ഞാൻ തന്നെ തയ്ക്കുക. അപ്പോൾ അതേപോലെ എല്ലാവർക്കും മെഷീനൊക്കെ ഉണ്ട്. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്ന് വെട്ടി കാണിക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ അതാ കഴുത്തിൻ്റെ വെട്ടി കഴിഞ്ഞിട്ടുണ്ട്. സൈഡും കൂടി കട്ട് ചെയ്ത് കൊടുക്കാം. ഓപ്പണുള്ള ചുരിദാറിന് വേണ്ടിയിട്ടാട്ടോ, സൈഡ് ഓപ്പണുള്ള. അപ്പം നമ്മൾ ലെങ്ത്തും കാര്യങ്ങളൊക്കെ നമ്മളൊരു അളവിൻ്റെ കറക്റ്റ് അളവുണ്ടെങ്കിൽ അത് വെച്ചിട്ട് അളവെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് വെട്ടാവുന്നുള്ളൂ. അപ്പോൾ അതാ കഴുത്തിൻ്റെ ഭാഗമാണ് ഇനി വെട്ടാനുള്ളത്. കൈക്കുഴി വെട്ടി കഴിഞ്ഞ്. അപ്പോൾ അവിടെ കറക്റ്റൊന്ന് ഒപ്പാക്കാൻ വേണ്ടിയിട്ട് സൈഡൊന്ന് വെട്ടി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ബാക്ക് ഭാഗത്തെ കഴുത്ത് വെട്ടണമെങ്കിൽ അവിടെയും കൂടെ നമ്മൾ ഇപ്പോൾ ചിലർ 2 ഫ്രണ്ടും ബാക്കും ഒരേപോലെയാണ് കഴുത്ത് വെട്ടുക. ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ കഴുത്ത് ഫ്രണ്ട് വേറെയും ബാക്ക് വേറെ, ഇറക്കം കുറച്ചാണ് ബാക്ക് വെട്ടുക, ഫ്രണ്ട് കുറച്ച് ഇറക്കിയിട്ടും ആണ് കഴുത്ത് വെട്ടുക. അപ്പോൾ അതിനെല്ലാം കൂടി അളവ് വെച്ച് കൊടുക്കാം നമുക്ക്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അത് മടക്കി വെക്കുക. ഇനിയിപ്പോൾ അതിൻ്റെ ബാക്കി ബാലൻസ് വരുന്ന തുണി കൊണ്ട് കൈ ഉണ്ടല്ലോ, കയ്യിന് വെട്ടാനാണ് കേട്ടോ. അപ്പോൾ ഹാഫ് കൈ ആണെങ്കിൽ അതിനനുസരിച്ച് ചെയ്യാതെ ഞാനും 3/4 കൈ എടുക്കണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2.5 മീറ്റർ തുണിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2.5 മീറ്റർ തുണിയാകുമ്പോൾ ഏകദേശം ഒരു 3 XL വരെ ഉള്ള വീതിയും ഹൈറ്റൊക്കെ ഉള്ളവർക്ക് അടിക്കാൻ പറ്റിയ തുണിയാട്ടോ. കയ്യിൻ്റെ അളവാണ്. നമ്മൾ ഈ തുമ്പിന് കൂടിയിട്ടാണ് അധികമായിട്ട് എടുത്തിട്ട് വെക്കുന്നത് കേട്ടോ. നമ്മൾക്ക് അടിച്ചിട്ട് തുമ്പ് വേണമല്ലോ, അപ്പോൾ അതിന് കൂടിയിട്ടാണ് കുറച്ച് അധികമായിട്ട് എടുക്കുന്നത്. അപ്പോൾ അതാ കയ്യിൻ്റെ വെട്ടി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്കിതൊക്കെ ലൈനിങ് വെട്ടാൻ നോക്കാം. അതിൻ്റെ അതേപോലെ തന്നെ 4 മടക്കായിട്ട് തുണി പിടിക്കുക. എന്നിട്ട് ലൈനിങ് അത് വെച്ചിട്ട്, പിന്നെ ഇതിൻ്റെ ടോപ്പിൻ്റെ അത്ര ലെങ്ത്ത് വേണ്ടല്ലോ ലൈനിങ്ങിന്. അപ്പോൾ അതൊന്ന് വെച്ച് നോക്കിയിട്ട് കറക്റ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിങ്ങനെയൊക്കെ കാണിച്ച് തരുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയെന്ന് അറിയില്ല. സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇതിൽ കമൻ്റ് ആയിട്ട് ഇട്ടാൽ മതി. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഈ തൽക്കാലം ഞാൻ വെട്ടുന്ന വീഡിയോ ആണ് ഇടുന്നത്. തയ്ക്കണ വീഡിയോ നാളെ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പഠിച്ചുണ്ടാക്കിയിട്ട് ചെയ്തത് ഇതായാൽ നമ്മളൊന്ന് ചെയ്ത് കറക്റ്റ് ആയില്ലെങ്കിൽ അതിൻ്റെ ബാക്കിയുള്ളത് നമ്മൾ അടുത്തതിൽ ക്ലിയർ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ആയിട്ട് വൃത്തിയായിട്ട് അടിച്ച് കിട്ടും. ഞാനിങ്ങനെയാണ് പഠിച്ചുണ്ടാക്കിയത് കേട്ടോ. അല്ലാതെ ഞാനൊക്കെ തയ്ക്കാൻ പഠിച്ച കാലത്ത് പട്ടുപാവാടയും ബ്ലൗസൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അതാണ് ഞാൻ തയ്ക്കാൻ പോയപ്പോൾ പഠിച്ചത്. പിന്നെയാണ് വീട്ടിലിരുന്നിട്ടാണ് ഈ ചുരിദാറൊക്കെ
അടിച്ച് പഠിച്ചത്. ഞാനൊക്കെ ചുരിദാർ ഇട്ടിരുന്ന കാലത്ത് ടിഷ്യൂ ചുരിദാർ അങ്ങനത്തെ ഒക്കെ ആയിരുന്നു. അപ്പോൾ അത് റെഡിമെയ്ഡ് സാധനം ഇങ്ങനെ വിറ്റെടുത്ത് അടിക്കണ പരിപാടിയൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ അടുത്ത് വച്ചിട്ടല്ല ഇപ്പോൾ ഇങ്ങനെയൊക്കെ ആയത്. അപ്പോൾ ഞാൻ ഇത് സ്വയം തന്നെ ഇതേപോലെ വീട്ടിലിരുന്ന് പഴയ ഷോളും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് ഞാൻ പഠിച്ചിട്ടുണ്ടാക്കിയത്. എന്നിട്ട് പിന്നെ ഞാൻ പുറത്തൊക്കെ അടിച്ച് കൊടുക്കാനും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കുറേ അധികം അടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടാവുകയും ചെയ്തിരുന്നു. നല്ല വൃത്തിയാവുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതേപോലെ എന്നെപ്പോലെ അറിയാത്തവർക്ക് വീട്ടിലിരുന്ന് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് കാണിച്ചു തരുന്നത്. ഇപ്പോൾ ലൈനിങ് ഇതാ കയ്യിൻ്റെ ലൈനിങ് ആട്ടോ, മറ്റേത് വെട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കവിടെ ലൈനിങ്ങിൻ്റെ തുണി ഒന്ന് ഒരു പീസ് തേച്ച് കൊടുക്കേണ്ടതുണ്ട്. കാരണം അവിടെ തുണി പോരായിക്ക് വന്നിട്ടുണ്ട് ലൈനിങ്ങിന്. അപ്പോൾ നമ്മൾ ബാലൻസ് വരുന്ന തുണി കൊണ്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ വെട്ടി കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതവിടെ അടിച്ചു കൊടുക്കണം. കൈ വലിയ കൈ ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഹാഫ് കൈയൊക്കെ ആണെങ്കിൽ ഇഷ്ടം പോലെ തുണിയാണത്. 2.5 മീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല ഒരു ടോപ്പ് അടിക്കാൻ. അപ്പോൾ നമ്മൾ കഴുത്തിൻ്റെ ഇത് അടയാളം വെച്ചിരുന്നല്ലോ, അത് നമുക്ക് ബാക്ക് കഴുത്തിൻ്റെ ഉള്ളിലേക്ക് അടയാളം വരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ആ മാർക്ക് ചെയ്ത് കേട്ടോ. ഫ്രണ്ട് കഴുത്തിൻ്റെ അത്രയും ബാക്ക് കഴുത്ത് എടുക്കൂല. അപ്പോൾ അതും കൂടി ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം അതെടുത്ത് വെച്ചിട്ട് വേണം ഇനി ലൈനിങ്ങുമ്മ കഴുത്ത് വെട്ടാൻ. രണ്ട് ഭാഗവും കഴുത്ത് ഒരേപോലെ വെട്ടുന്നവർക്കാണെങ്കിൽ ഇങ്ങനെ ലൈനിങ് സെപ്പറേറ്റ് 2 വേറെ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒറ്റയടിക്ക് വെച്ചിട്ട് ഒരേപോലെ വെട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഞങ്ങളിത് ഫ്രണ്ട് കഴുത്ത് കുറച്ച് ഇറക്കിയിട്ടും ബാക്ക് കഴുത്ത് ഇറക്കം കുറച്ചിട്ടുമാണ് അടിക്കുക. അതുകൊണ്ടാണ് ഇത് 2 ആക്കിയിട്ട് വെട്ടി കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ഒക്കെ ചെയ്യുക. നിങ്ങൾക്ക് ഇതിലെന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിച്ചാൽ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരു ഉപകാരപ്രദമാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. എല്ലാവരും വീട്ടിലും ഇപ്പോൾ ഒരു മിക്സി അങ്ങനെ അതേപോലെയാണ് തയ്യൽ മെഷീൻ ഉള്ളത്. അപ്പോൾ നമുക്ക് സ്വയം അടിക്കാനും കൂടി പറ്റുകയാണെങ്കിൽ. അപ്പോൾ അതാ കഴുത്തിന് നമ്മളവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു എത്ര വരെ ഇറക്കം വേണമെന്നുള്ളത്. അപ്പോൾ അതിന് ഏകദേശം നമ്മൾ റൗണ്ടാണെങ്കിൽ റൗണ്ട് വെട്ടുക, അല്ലെങ്കിൽ ചതുരം അങ്ങനെ ആണെങ്കിൽ അത് വരച്ചിട്ട് അതേപോലെ വെട്ടി കൊടുത്താൽ മതി. അപ്പോൾ ഞങ്ങൾ റൗണ്ട് കഴുത്താണ് ഞാൻ വെട്ടുന്നത്. ലൈനിങ്ങോട് കൂടിയിട്ടാണ് വെട്ടി കൊടുക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ എനിക്കറിയുന്ന പോലെ കാണിച്ചു തരാമെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ അത്ര വലിയ ടൈലറൊന്നുമല്ല. അദ്ദേഹം പറഞ്ഞല്ലോ വീട്ടിലിരുന്ന് സ്വയം പഠിച്ചുണ്ടാക്കിയതാണ്. ആ അറിവ് നിങ്ങൾക്കും കൂടിയിട്ട് കാണിച്ചു തരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാ ക്യാൻവാസ് വെച്ചിട്ട് വെട്ടണം. നമ്മൾ കഴുത്തിൻ്റെ അവിടെ ഒരു ബലമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. ഈ ക്യാൻവാസ് എന്ന് പറഞ്ഞ സാധനം 20 രൂപ ഒക്കെ കൊടുത്താൽ ഒരു വലിയ പേപ്പർ 1/2 മീറ്ററൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ അതുണ്ടെങ്കിൽ ഒരുപാട് ചുരിദാറിന് എടുക്കാനും പറ്റും, ഒരു 1/2 മീറ്ററൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ ഇതാ ഞാൻ അത് 2 മടക്കാക്കിയിട്ട് വെച്ചിട്ട് ഫ്രണ്ട് കഴുത്തിനുള്ള ഇത് വെട്ടണം. അപ്പം അത് നമ്മൾ കഴുത്തിൻ്റെ ഉള്ളിൽ വെച്ചടിക്കാനുള്ള തുമ്പിനും കൂട്ടിയിട്ട് വീതിക്ക് കറക്റ്റ് വെട്ടിയെടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ അളവിൽ നമുക്കൊരു തുണിയും കൂടെ വെട്ടിയെടുക്കണം. അപ്പോൾ അത് നമ്മൾ വേസ്റ്റ് തുണി ഉണ്ടാവുമല്ലോ, അത് വെച്ചിട്ടാണ് ഇതിൻ്റെ ബാലൻസ് വരുന്ന കഷ്ണങ്ങൾ വെച്ചിട്ട് ഒരു കഷ്ണം കൂടെ ഉള്ളിൽ വെച്ച് അടിക്കാൻ വേണ്ടിയിട്ട് വേണം. ഇത് ഈ ക്യാൻവാസ് പുറത്ത് കാണാതിരിക്കാതെ നമ്മൾ അടിക്കുമല്ലോ, അതിന് വേണ്ടിയിട്ടോ. നമുക്ക് ബാക്ക് കഴുത്ത് വെട്ടാം. കണ്ടോ, ബാക്ക് കഴുത്തിന് നമ്മൾ അടയാളം വെച്ചിട്ടുണ്ടായിരുന്ന അളവിൽ നമ്മൾ വെട്ടിക്കൊടുക്കുക. ചെറിയ കഴുത്താണ് ബാക്ക് കഴുത്ത് വെട്ടുന്നത് കേട്ടോ. പിന്നെ അത് നമുക്ക് ലൈനിങ്ങിലും കൂടി അതേപോലെ വെട്ടിയെടുക്കണം. അപ്പോൾ അത് വെട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ